ചാനലുകളിൽ നടക്കുന്ന ചർച്ചയും സംവാദങ്ങളും പലപ്പോഴും അതിൻ്റെ ലക്ഷ്യങ്ങൾ കാണാതെ പോകുന്നു, അതിരുകൾ കടക്കുന്നു, കാര്യകാരണങ്ങളില്ലാതെ ചിലരെ പരിഹസിക്കുന്നു. തമ്മിൽ തല്ലിൽ ഇന്നത്തെ ചർച്ച പഞ്ചായത്ത് എയർലൈൻസ്. ഹലോ, തമ്മിൽ തല്ലി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചായത്തുകൾ തോറും എയർപോർട്ട്, സർക്കാരിന്റെ ഈ മധുരമായ സ്വപ്നം ഏത് പഞ്ചായത്തിലാണ് ആദ്യം സാക്ഷാത്കരിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ ഷോയിൽ പങ്കെടുക്കുന്നവരെ ആദ്യം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി പരിസ്ഥിതി പ്രവർത്തകയും കവയിത്രിയുമായ കോമളകുമാരി. കോമളകുമാരിയാണ് ആദ്യം പരിചയപ്പെടുന്നത്. ഹലോ കോമളകുമാരി. അതെ, എനിക്ക് ആകെ ഒരു കാര്യമേ പറയാനുള്ളൂ. മരം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, അതിന് ആരാ ഇവിടെ മരം വെട്ടിയത്? ആര് വെട്ടിയാലും കൊള്ളാം, വെട്ടിയില്ലെങ്കിലും കൊള്ളാം. മരം പോയിട്ട് ഒരു പുല്ല് പോലും ചെത്താൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നോക്കിക്കോ. അല്ല അല്ല, ഇരിക്കും കോമളകുമാരി, വെറുതെ ബഹളം വെക്കല്ലേ. ഇതൊരു മരം വെട്ടൽ ചടങ്ങല്ല, ചർച്ചയാണ്, ചർച്ച അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരിക്കാം. താങ്ക് യു. അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇരിങ്ങാലക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജിനെയാണ്. ഹലോ ജോർജ്. എന്തൂട്ട ശവി, എന്തൂട്ട് ചർച്ച ഇവിടെ നടക്കണേ? കാട്ടടക്കണതിന് മുമ്പ് കാര്യം അങ്ങോട്ട് തീർക്കണട്ടാ. അല്ല, അതെന്താ ഈ കടയൊക്കെ തുറന്നിട്ടാണോ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? അല്ലേ? ആ കടലട മണ്ടെന്നായിരേ, നമ്മുടെ ബാറില്ലേ, ബാറ് അങ്ങടെ കേറി ഒരു 4 എടുത്തിട്ട് ഒരു കീറ അങ്ങടെ കീറണം. ആണല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ. 4 അല്ല, ഒരു 8 വരെ ചാനലിന്റെ ചെലവിൽ ഞാൻ അടിക്കാൻ താങ്കളോടൊപ്പം തയ്യാറാണ്. എന്താ അതുപോലെ? അതാ പരിമല പള്ളി പോയിട്ട് പറഞ്ഞാ മതി നീ. അപ്പൊ ഇല്ലല്ലേ? എന്നാ ശരി. അടുത്തത് കോട്ടയം മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തേസിയമ്മ. ഇന്നത്തെ തമ്മിൽ തല്ലി പരിപാടിയിലേക്ക് തേസിയമ്മയെ സ്വാഗതം ചെയ്യുന്നു. എന്നാ സ്വാഗതം? എന്നാ കോപ്പിലെ പരിപാടിയാടാവൂ ഇത്? അയ്യോ, എന്ത് പറ്റി? എടോ, ഇതേൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് എന്നാ സീറ്റാന്നേ? ഹലോ തേസിയമ്മ ചേട്ടത്തി, ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിലിരിക്കാൻ പറ്റാത്തത്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും ഇരിക്കാമെന്ന അല്ലേ? എന്നാ ഇത് ഞാൻ പോയൊരു ഒലക്ക എടുത്തോണ്ട് വാ. അവത്തെ ഇരിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാലോ. അല്ല പിന്നെ ഇരുന്നോ, പക്ഷെ മരം വെട്ടി ഉണ്ടാക്കിയ ഒലക്കയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അതുമേലെ ഇരിക്കാൻ. ഈശ്വര, ഇവരെ വിളിച്ചതാകെ പുലിവാലായല്ലോ. എന്ത് പറഞ്ഞാലും മരത്തെ തന്നെയാണല്ലോ പിടി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അരമണിക്കൂർ തീർക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മലബാറിനെ പ്രതിദാനം ചെയ്തെത്തിയ കൊലയാളി പഞ്ചായത്ത് കൊയിലാണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോക്കിരി ഹാജി. പോക്കിരി ഹാജി എന്റെ വാപ്പ എവിടുത്തുകാരനാണോ? കള്ള സുവറ, നമ്മുടെ പേര് പോക്കിരി ഹാജി എന്നാണ്, മനസ്സിലായ? പോക്കിരി ഹാജി. അങ്ങനെ ഇന്നത്തെ തന്തയ്ക്ക് വിളിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാണാതെ പഠിച്ച സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ പോക്കർ ഹാജി പോക്കിരിയാവും. അങ്ങനെ പറയുമ്പോ എന്റെ മയ്യത്ത് നമ്മൾ എടുക്കുകയും ചെയ്യും. ഈ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കില്ലടോ നമ്മൾ വെറും പോക്കിരിയാന്ന്. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പേര് അവര് നമുക്ക് ഇട്ടിട്ടുണ്ട്. നീ ഈ ആയിട്ട് പുതിയ തുറന്നിട്ടാ നിക്കണ്ട. സോറി മിസ്റ്റർ ശ്രീമണ്ട വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കിടക്കാം. എന്താ വേറെ ചർച്ച ഉള്ളത് തന്നെ? നീ തുടങ്ങിയില്ലല്ലോ, പിന്നെ എന്താ ഇത്? നിനക്ക് ഇവിടെ രാണാപ്പുറന്ന് വരുന്നിട്ട് കണ്ണ് കണ്ടുവിടാടാ. നിന്റെ കണ്ണിൽ എന്തൊരു കുരുവാ? സോറി, ഒരാളെ കൂടി പരിചയപ്പെടുത്താറുണ്ട്, അത് ഞാൻ മറന്നുപോയി. തിരുവനന്തപുരം പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് ശെൽവകുമാർ. തള്ള ശെൽവോ മറന്ന് പാറശാല സരസമാക്കണ്ടോ ശെൽവടാപ്പി. മലയാളത്തിൽ പറഞ്ഞോ ചങ്ങായി? അയ്യവ എന്റെ വാങ്ങിക്കും. ഇങ്ങോട്ട് തടയി. അതവന് മനസ്സിലായേട്ടാ. അതെ, ശെൽവേടാപ്പി, പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് ശെൽവേടാപ്പി അല്ലേ? എന്താടാ ശെൽവടാപ്പിയാ? ശെൽവൈ ഇവ എന്തായാലും പൊടിപ്പ് പൊടിക്കണത്. അല്ല, അപ്പി എന്ന് പറഞ്ഞത് അത് യവൈ അല്ല. അപ്പോ എന്റെ പേര് മാറ്റിയോ? അത് പുള്ള നിന്നെ ചെല്ലത്തി വിളിച്ചല്ലടാ ഞാൻ. ശരി, അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം അല്ലേ? എന്താടാ മോന്തലിട്ട് തുപ്പടത്? ഓനൊക്കെ വരുമ്പോ വല്ല കൊടയും പിടിച്ചിരിക്കണമെന്നേ. ചവിട്ടും കുത്തും തുപ്പും. ഇബിലീസ്. പോലീസാ? എവിടെ? പോലീസല്ല, ഇബിലീസ്. നിനക്കെന്തിര് ഞാൻ പരിയാസാത്ര? അല്ല, അപ്പി പോയിട്ട് ഇപ്പൊ മൂത്രായ? മൂത്രല്ലടാ, പാത്രം. സൈലൻസ്. അപ്പോൾ നമുക്ക് ചർച്ച ആരംഭിക്കാം. ഇന്നത്തെ ചർച്ചയിൽ ഈ ഇരിക്കുന്നവർ മാത്രമല്ല, ഫോണിൽ കൂടി ധാരാളം പേർ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതോ കോള് വരുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ആരാ? സാർ ഞങ്ങാണ്. തേങ്ങ ആരാന്ന് വെച്ചാൽ പെട്ടെന്ന് പറയൂ. തേങ്ങ സാർ, ഞങ്ങ എന്ന് പറഞ്ഞാൽ ആരാണ്? പെട്ടെന്ന് പറയൂ. സോജം പള്ളേക്കുത്തിയും പ്രസോദ് കലാസദനം. അല്ല, നിങ്ങൾ എന്റെ കൂടെ കൂടി ഇപ്പൊ നിങ്ങൾ എന്നെക്കാൾ വലിയ സ്പീഡിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും പറയൂ കേക്കട്ടെ.
സാർ ഞങ്ങൾക്ക് പെട്ടെന്ന് കോമഡി കിട്ടി, അത് പെട്ടെന്ന് വിളിച്ച് പറയാന്ന് വിചാരിച്ച് വിളിച്ചാണ്. ഉണ്ടോ? എന്നാ പെട്ടെന്ന് പറയൂ സോജ, പറയൂ പറയൂ. സാറ് ശ്രദ്ധിച്ച് കേട്ടോളണം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ഒരു വൃദ്ധൻ. വൃദ്ധൻ എന്തൊക്കെയുണ്ട് ഇവിടെ കഴിക്കാൻ? അപ്പോൾ ബാർബർ എന്ത് പറഞ്ഞു? കട്ടിങ്ങും ഷേവിംഗ് ഉണ്ടെന്ന്. അപ്പോൾ വൃദ്ധൻ എന്ത് പറഞ്ഞു? 2 മോരെ പ്ലേറ്റ് പോരട്ടെ. അല്ല സോജ, എന്താ അവിടെ പട്ടി ഓലിയായിരുന്നു ശബ്ദം കേൾക്കുന്നത്? സാർ അത് പട്ടി ഓലിട്ടതല്ല, ഞങ്ങൾക്കടെ കോമഡി ആയിട്ട് ചിരിച്ചതാണ്. ഭാഗ്യം. എന്തായാലും നമ്മുടെ ഈ കോമഡി കേട്ടിട്ട് പട്ടികളെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത് സൂപ്പർ ഹിറ്റ് ആവും. കേട്ടോ സോജ? കേട്ടോ? സാറിനെ ഫോൺ വെച്ചോട്ടെ? വെക്കരുത് വെക്കരുത്. ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ സോജ. സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന എല്ലാരെയും യാതൊരു മടിയും കൂടാതെ ഇഷ്ടം പോലെ കളിയാക്കിക്കോണം. എല്ലാ സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്. കേട്ടല്ല ഡായ്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്. അവസാനം നിന്റെ നാട്ടുകാർ കയറി നിരങ്ങും. അതെനിക്ക് ഒരു പുത്തിരിയില്ല. എന്തായാലും നമുക്ക് ചർച്ച ആരംഭിക്കാം. നമ്മുടെ ചർച്ച മറ്റൊന്നുമല്ല, പഞ്ചായത്ത് എയർലൈൻസ് എവിടെ വരണം, അതായത് ഈ എയർപോർട്ട് കേരളത്തിലെ ഏത് പഞ്ചായത്തിലാണ് വരേണ്ടത്. കോമളകുമാരിയാണ് ആദ്യം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. പറയൂ കോമളകുമാരി, പറയൂ പറയൂ. എയർപോർട്ട് എവിടെ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ മരം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഈ പഹിച്ച് കയ്യിന്ന് പോയിരിക്കട്ടാ. അണക്കാരിലും മരത്തിൽ വിഷ തന്നിട്ടുണ്ടാ? മരം പൊട്ടിക്ക് എന്തടിക്കുക? വൃക്ഷങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? വൃക്ഷങ്ങൾ, വൃക്ഷലതാദികൾ, വൃക്ഷത്തലപ്പുകൾ, വേരുകൾ, ശിഖരങ്ങൾ, വൃക്ഷവൃക്ഷണങ്ങൾ. പടച്ചോനെ പ്രാന്തും ഉണ്ടാ? ഭ്രാന്തല്ല, മുട്ടാൻ പള്ളം കവിതയെന്ന് പറഞ്ഞോണ്ട് എന്തരുത് ഗഡി. എന്തുട്ടാ നിന്റെ ഉദ്ദേശം? ഈ ചർച്ച ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയ കടടക്കൂടെ കന്നാലി കന്നാലിയാ? എവനേത് എവിടെ നിന്ന് കിട്ടിയത്? എവനെന്തൊരു കറവാക്കാരനാ? എന്തായാലും പറഞ്ഞാലേ കന്നാലി കന്നാലി ഇന്ന് ഇമ്മടത്തെ കളി കളിച്ചാണ്ടല്ലേ ആ പണ്ടങ്ങടെ കുത്തി പുറത്തേക്കാടും. മനസ്സിലാ? ഓനേതോ പണ്ടം പണയത്തിൽ എടുക്കുന്ന ആളാന്ന് തോന്നൂട്ടാ. അപ്പൊ കറവാക്കാരല്ലേ? മുരിയള വേണ്ട. നീ എന്തൊരു ചെയ്യും? നിന്നെ ഇടിച്ച് റൊട്ടിയാക്കി ചെവളാല് വലിച്ച് കീറിക്കളെ കേട്ടാ. ബഹളം വെക്കായിരിക്കും. ഹലോ മേഡം, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പറയൂ പറയൂ. ഇതിലേതിനാടാവേ? അയ്യോ, ഇതിലൊന്നിനെയല്ല. പഞ്ചായത്ത് എയർലൈൻസ് നിങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നത് എങ്ങനെ നോക്കിക്കാണുന്ന ഞാൻ ചോദിച്ചത്. ഓ, അതിപ്പോ എന്നാ ചോദിക്കാനാ? ഈ മുണ്ടക്കയം പഞ്ചായത്ത്. എന്റെ മാതാവേ, ഇത് എന്നാ ചോദിക്കലും പോക്കുവാടാവേ? അല്ല, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്നാണ് ജോർജ് അച്ചായന്റെ അഭിപ്രായം. പറയൂ പറയൂ. എന്തൂട്ട് പ്രതിസന്ധി സത്യം പറഞ്ഞ നമ്മുടെ കാഴ്ചപ്പാടില് പൂണിശവി. ഹലോ ശെൽവൻ, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയൂ പറയൂ. ഡായ്, നിനക്കിത് എന്തരി? അക്കന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരങ്ങൾ പറയുന്നതിന് മുമ്പേ എല്ലാം കൂടെ പറക്കി എടുത്തോണ്ട് അങ്ങോട്ട് പോയി. ലവ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി തോണ്ട പോയി. അല്ല, ഈ എയർപോർട്ട് വരുന്നതിന് ആജിയാരെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇങ്ങനെ നോക്കിക്കാണുന്നു. അനക്ക് വല്ല കക്കൂസിലും പോവാണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോയോ? അല്ല, എന്താ അങ്ങനെ പറഞ്ഞത്? കൃമി കടിച്ച പോലെ കിടന്ന് ചാടിക്കൊണ്ടല്ലേ ഈ നടക്കണത്. എവിടെയും നിന്നാലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൽ ഇവിടുന്ന് പോയി ഈ നമുക്ക് ഒരു പോക്ക് പോട്ടെ. അല്ല, ഞാൻ ഇത്രയും നേരം ഈ എയർപോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലേ? അതല്ലേ ശരി? ഇപ്പൊ ഞമ്മക്കായ കുറ്റം. അത് തന്നെ. ഒരു കോള് വരുന്നുണ്ട്. ഈ വരുന്ന കോളർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. അല്ലേ? അയ്യോ 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 അയ്യോ, ഞാനല്ല മറ്റോനാണോ പറഞ്ഞത്? ഞാനല്ല. അയ്യോ അയ്യോ, എന്റെ കൂടെയുള്ള പറഞ്ഞാണ്. അയ്യോ ഇടിക്കില്ല. അയ്യോ അയ്യോ അയ്യോ. ഹലോ, ആരാണ്? പറയൂ പറയൂ. സാറേ, ഞാനാണ് സോജൻ. സോജൻ പള്ളേക്കുത്തി അല്ലേ? ഇപ്പൊ ശരിക്കും പള്ളേക്കുത്തി. പറയൂ പറയൂ സോജൻ, പുതിയ വിറ്റുവെല്ലാം കിട്ടിയോ? കൊറേ തട്ട് കിട്ടി. എന്തിനാണ് സോജ? പറയൂ, എന്തിനാണ്? ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. നന്നായി. അപ്പൊ കുറെ പേര് പരിചയപ്പെടാൻ വന്ന്. അതിനൊക്കെ നന്നായി. രാത്രിയിലെ ബോറടി ഹൗസിംഗ് കോളനി ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഫാൻസ് ആണെന്ന് കരുതി അതേന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോഴാണ് ബോധം വീണത്. അപ്പൊ തന്നെ ഞാൻ സാറിനെ വിളിച്ചു. എന്നിട്ട് പറയൂ പറയൂ. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് കിട്ടുന്നതിന്റെ പകുതി ക്രെഡിറ്റ് സാറിനുള്ളതാണല്ല. അപ്പൊ അത് തരാൻ വേണ്ടി അവർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മേടിച്ചോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അവരെവിടെയാണ്? എവിടെയാണ് അവർ? നീ കൂടുതൽ അന്വേഷിക്കണ്ട മണ്ട. ക്രെഡിറ്റിന്റെ ബാക്കി തരാൻ വന്ന ആൾക്കാർ ഞങ്ങളൊക്കെ തന്നെയാടാ. നിങ്ങളോ? വാ തന്നെ. നീ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ളവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്തിട്ട് അവരങ്ങോട്ട് തിരിയണത് അവരെ വെച്ച് കളിയാക്കും അല്ലടേ? അല്ല, അത് പിന്നെ അത് തന്നെയാണ്. ഇത് സഹിക്കാൻ പറ്റാണ്ടാണ് കേരളത്തിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അല്ല, അപ്പൊ എയർപോർട്ടിന്റെ കാര്യം? എവിടുത്തെ എയർപോർട്ടിടോ? ഇല്ല, എയർപോർട്ടിനെ ചൊവ്വനെ പോണില്ല. ഇനിയാണ് ഇപ്പൊ ഈ വന്നിട്ട് വിമാനം പറപ്പിക്കാൻ പോണത്. അന്നെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കച്ച കെട്ടിറങ്ങിയത്. പിടിക്കണവനെ. ശരിക്കുള്ള തമ്മിൽ തല്ലി പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.